ഹായ് ഫ്രണ്ട്സ്, ലയാസാട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ സൈസ് വീഡിയോ ആണ്. നമ്മൾ പ്രകൃതിയോട് ഇഷ്ടമുള്ളവർക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ്. വളരെ യാദൃശ്യമായിട്ട് കാണാൻ കിട്ടിയ ഒരവസരമാണ്. ഞാൻ ആക്ച്വലി എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു. അപ്പോൾ ഡൽഹിയിലെ ഫോഗ് കാരണം ഫ്ലൈറ്റ് എല്ലാം ഡിലേ ആയതുകൊണ്ട് എനിക്ക് എയർപോർട്ടിൽ ചെന്നിരിക്കാൻ കുറച്ച് സമയം കിട്ടി. എന്നാൽ ആ സമയം ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. ഇത് വേറെ എവിടെയല്ല, നമ്മുടെ പെരുമ്പാവൂർ തന്നെയാണ്. പെരുമ്പാവൂരിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോൾ പാണിയേലിപ്പോരി എന്ന് പറയുന്ന ഒരു സ്ഥലം. അതായത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും കാടാണ്. കാടിൻ്റെ ഉള്ളിൽ കൂടി നമ്മുടെ പെരിയാറിൻ്റെ ഒരു കൈവഴി ഒഴുകുന്നുണ്ട്. അപ്പോൾ വൺ സൈഡ് ഫോറസ്റ്റും മറ്റേ സൈഡ് പുഴയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പുഴയിൽ ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. അതായത് പാറക്കെട്ടെന്ന് പറഞ്ഞാൽ വലിയ പാറക്കെട്ടൊന്നുമല്ല, എങ്കിലും പാറകളുണ്ട് ഇഷ്ടം പോലെ, അതുപോലെ കല്ലും. അപ്പോൾ അതിൽ നമുക്ക് ഇറങ്ങി നടക്കാം, കുളിക്കാം. നല്ലൊരു വ്യൂ ആണ്. വളരെ കാം ആൻഡ് ക്വയറ്റ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ. എന്തുകൊണ്ടും വളരെ സൂത്തിങ് ഇഫക്റ്റാണ്. ഒരു റിലാക്സേഷന് വേണ്ടി വരാനായാലും ഒരു എൻ്റർടൈൻമെൻറ്റിന് വരാനായാലും എല്ലാം പറ്റിയ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം. അപ്പം ആ കാടിൻ്റെ ഒരു സുഖവും അതിൻ്റെ ഒരു ശീതള ഛായയും പുഴയുടെ ഭംഗിയും ആ വെള്ളത്തിലിറങ്ങിയാലുള്ള ഒരു സുഖവും, അതിലിറങ്ങി ഒന്ന് കുളിക്കാനൊക്കെ നല്ല സൗകര്യമാണ്. പക്ഷെ ഞാനതിന് തയ്യാറായില്ല. കാര്യം എയർപോർട്ടിലേക്ക് പോകേണ്ടത് കൊണ്ട് ജസ്റ്റ് വെള്ളത്തിലൊന്ന് ഇറങ്ങാൻ മാത്രമേ സാധിച്ചുള്ളൂ. അപ്പോൾ മുമ്പ് വന്നപ്പോൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 2.5-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളുണ്ട് ഇവിടെ. ഒരു 3 മണിക്കൂറെങ്കിലും കിട്ടുകയാണെങ്കിൽ ശരിക്കും ഒന്ന് എന്താ പറയുക, എല്ലാം ഒന്ന് പൂർണ്ണമായിട്ട് കണ്ട് ആസ്വദിച്ച് വെള്ളമൊക്കെ ആയിട്ടൊന്ന് ഇറങ്ങി കളിക്കുകയോ കുളിക്കുകയോ ഒക്കെ ചെയ്ത് സുഖമായിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു സൗകര്യം ഇല്ലായിരുന്നു. എന്നാലും കിട്ടിയ ചാൻസ് കളയാതെ ഒന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ വെള്ളത്തിൻ്റെ ഒരു തണുപ്പും, അതേപോലെ ഇപ്പോൾ എന്താ പറയുക, വെള്ളം ഒഴുകുന്ന ശബ്ദം ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ആ കളകളാരവം ആണ് നിങ്ങളെ എനിക്ക് കേൾപ്പിക്കേണ്ടിയിരുന്നത്. പക്ഷേ അതിനിടയ്ക്ക് വേറെ ഓരോ ന്യൂസൻസൊക്കെ വരുന്നത് കാരണം, പിന്നെ ഞാൻ ഈ സൗണ്ട് കൊടുക്കുന്നതും കാരണം എനിക്ക് ആ നാച്ചുറലായിട്ടുള്ള സൗണ്ട്സ് ഒന്നും നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റുന്നില്ല. അതെനിക്കൊരു വല്ലായ്മയുണ്ട്. ശരിക്കും അവിടെ നിന്നത് ആസ്വദിക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു ഇഫക്റ്റ് അറിയാൻ പറ്റുള്ളൂ. വെള്ളത്തിൻ്റെ ആ ഒഴുകുന്ന സൗണ്ടും കല്ലിനിടയിൽ കൂടെയുള്ള അതിലിറങ്ങിയാലുള്ള ഒരു സുഖവും ഒരു തണുപ്പും, ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് കയറി പോരാൻ തന്നെ തോന്നിയില്ല. അത്രയ്ക്കും ഒരു നല്ല ആംബിയൻസ് ആയിരുന്നു. ശരിക്കും ഉച്ച സമയത്താണ് പോയത്. അതിരാവിലെ പോകുന്നതിലും എപ്പോഴും നമുക്കൊരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരങ്ങളിലാണ് എപ്പോഴും ഒരു 2 മണി തൊട്ടുള്ള സമയമൊക്കെ നല്ല രസമാണ്. അതുപോലെ അത്യാവശ്യം കുട്ടികളെ കൊണ്ട് പോകുന്നവർക്ക് ചെറിയ ഊഞ്ഞാലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കളിക്കാനും. ഇരുന്ന് നമുക്ക് പുഴയിലേക്ക് നോക്കി ആസ്വദിച്ചിരിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. വെള്ളത്തിലിറങ്ങേണ്ടവർക്ക് ഇറങ്ങാം, അല്ലാത്തവർക്ക് അല്ലാതെ കരയ്ക്കിരുന്ന് ആസ്വദിച്ച് കാണാം. എല്ലാം വെള്ളത്തിലിറങ്ങി നടക്കാനും ഒക്കെ പറ്റിയതാണ്. ഇപ്പം വെള്ളം വളരെ കുറവാണ്, അധികം വെള്ളം ഇല്ല. അത് കാരണം സുഖമായിട്ട് ഇറങ്ങി നടക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. ഒരുപാടല്ല, കുറച്ച്. ഇനി വെള്ളത്തിൽ വീണിട്ട് നീന്തറിയത്തില്ല, അത് കാരണം പേടിക്കണം എന്നൊന്നും പറയണ്ട. അത്രയ്ക്ക് വളരെ കുറച്ച് വെള്ളമുള്ള ഏരിയാസ് ഉണ്ട്. അതിലൊക്കെ ഇറങ്ങി അതുപോലെ ആ പാറക്കെട്ടിലൊക്കെ ഇരുന്ന് ഞാനും ഹസ്ബൻഡും ഉണ്ടായിരുന്നു. ആ പാറയിലൊക്കെ പലരും വന്നിരിക്കുന്നുണ്ട്. ഒരു നല്ല ആംബിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്കിപ്പോൾ അത്രയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാത്ത കാരണം എനിക്ക് ഒരുപാട് വിശദീകരിക്കാൻ പറ്റുന്നില്ല. എന്തെല്ലാമോ മനസ്സിലുണ്ട്, അതെല്ലാം കൂടി അക്ഷരമായിട്ടൊന്നും വരാത്ത കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അവസരം കിട്ടിയ എല്ലാവരും പോവുക, കാണുക, ആസ്വദിക്കുക. ഇത്രയും അടുത്തുള്ള സ്ഥലമാണ്. അപ്പം ഞാൻ കണ്ട സ്ഥിതിക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോയി ഇത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ.